This video we are going to discuss about web designing. Web designing or website designing. So in the creation of a website, the first step is planning the web pages for the website. As we know, website is a collection of web pages. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിന് ആവശ്യമായ വെബ് പേജുകളെ പ്ലാൻ ചെയ്യുക എന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ വെബ് ഡിസൈനിങ്ങിലേക്ക് പോകുന്നത്, ഓരോ വെബ്സൈറ്റും ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ദർ ആർ മെനി വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ. സോ ഒരുപാട് തരത്തിലുള്ള ഡിസൈൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. സോ ദ പോപ്പുലർ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആർ ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, Adobe Dreamweaver, Microsoft Expression Web, etc. സോ ഇത് കൂടാതെ നമുക്ക് ബേസിക് ആയിട്ടുള്ള HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വെച്ച് നമുക്ക് വെബ് പേജുകളെ ഡിസൈൻ ചെയ്യാം. സോ വരുന്ന ചാപ്റ്ററുകളിൽ അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. സോ യൂസിങ് HTML നമ്മൾ എങ്ങനെയാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് എന്നതൊക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാം. വെബ് പേജുകൾ രണ്ട് തരത്തിലുണ്ട്, സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ദ വെബ് പേജ് ദാറ്റ് റിമെയിൻ ദ സെയിം ഓൾ ദ ടൈം അണ്ടിൽ ദെയർ കോഡ് ഈസ് ചേഞ്ച്ഡ് മാനുവലി. സ്റ്റാറ്റിക് വെബ് പേജുകൾ എല്ലായ്പ്പോഴും ഒരേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതൊരിക്കലും അതിൻ്റെ കോഡ് മാനുവലി ചേഞ്ച് ചെയ്യാതെ ആ വെബ് പേജുകളുടെ രൂപം മാറില്ല, രൂപവും അതിൻ്റെ കണ്ടൻറ്റും മാറില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ബി ഇൻ എ ഫിക്സഡ് ഫോർമാറ്റ്. സോ അങ്ങനെയുള്ള വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. എന്നാൽ ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അതിൻ്റെ രൂപവും അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുമെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വെബ് പേജുകളെയാണ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. സോ ദ വെബ് പേജസ് ദാറ്റ് കണ്ടെയ്ൻ സെർവർ സൈഡ് കോഡ് വിച്ച് ക്രിയേറ്റ്സ് എ വെബ് പേജ് ഈച്ച് ടൈം ഇറ്റ് ഈസ് ആക്സസ്ഡ് ആർ കോൾഡ് ഡൈനാമിക് വെബ് പേജസ്. So the content and the format of the dynamic web pages are changed at each instant. ഓരോ ഇൻസ്റ്റൻറ്റിലും നമുക്കറിയാം, നമ്മൾ ഓരോ വെബ് പേജുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ കാണാം അതിലെ പരസ്യങ്ങൾ മാറുന്നുണ്ടാവാം, അതിലെ കണ്ടൻറ്റ് മാറുന്നുണ്ടാവാം. സോ ഇങ്ങനെ വെബ് പേജുകളുടെ കണ്ടൻറ്റ് ഇൻസ്റ്റൻ്റായി മാറിക്കൊണ്ടിരിക്കുന്ന വെബ് പേജുകളെ ഡൈനാമിക് വെബ് പേജ് എന്നും, എന്നാൽ ഫിക്സഡ് ആയിട്ട് കണ്ടൻ്റ് ഒന്നും മാറാതെ അതിൻ്റെ രൂപവും മാറാതെ ഫിക്സഡ് ആയിട്ടുള്ള വെബ് പേജുകളെ സ്റ്റാറ്റിക് വെബ് പേജും എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ പ്രത്യേകതകൾ: ദ കണ്ടൻറ്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് എ വെബ് പേജ് ഈസ് ഫിക്സഡ്. ബോത്ത് ദ കണ്ടൻറ്റ് ആൻഡ് ലേ ഔട്ട് ഫിക്സഡ് ആയിരിക്കും. അത് മാനുവലി ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ കണ്ടൻറ്റും ലേ ഔട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫീച്ചർ, സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് ഡാറ്റാബേസസ്. അത് ഡാറ്റാബേസുമായിട്ടൊരു ലിങ്കും ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല. ഡാറ്റാബേസ് യൂസ് ചെയ്യേണ്ട ആവശ്യം സ്റ്റാറ്റിക് വെബ് പേജുകൾക്ക് ഉണ്ടാവില്ല. Static web pages directly run on the browser and do not require any server-side application program. സോ സ്റ്റാറ്റിക് വെബ് പേജസ് റൺ ചെയ്യുന്നത് നമ്മൾ ബ്രൗസറിൽ തന്നെയാണ്. അതിനൊരിക്കലും സെർവർ സൈഡുമായിട്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസോ കോഡ്സോ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാറ്റിക് വെബ് പേജസ്. അതിന് കൂടുതലായിട്ടുള്ള പ്രോഗ്രാമിംഗ് സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് ഈസി ടു ഡെവലപ്പ്. So these are the features of static web pages. Dynamic web page. The content and layout may change during runtime. ഓരോ പ്രാവശ്യവും റൺ ചെയ്യുന്നതിനനുസരിച്ച് ഡൈനാമിക് വെബ് പേജുകളുടെ കണ്ടൻറ്റും ലേഔട്ടും മാറിക്കൊണ്ടേയിരിക്കാം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് യൂസസ് ഡാറ്റാബേസ്. That is, database is used to generate dynamic content through queries. ക്വറിയിലൂടെ നമുക്ക് ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ഡൈനാമിക് വെബ് പേജുകൾക്ക് ഉണ്ടാവും. ഡൈനാമിക് വെബ് പേജ് റൺസ് ഓൺ ദ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേസ് ദ റിസൾട്ട്. ഡൈനാമിക് വെബ് പേജസ് എപ്പോഴും റൺ ചെയ്യുന്നത് സെർവർ സൈഡിലാണ്. സോ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് എല്ലാം സെർവറിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് റിസൾട്ട്സ് എല്ലാം അതാ സമയത്ത് ക്ലയൻസിന് എത്തിക്കുന്നത് ഡൈനാമിക് വെബ് പേജുകളിലൂടെയാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഡൈനാമിക് വെബ് പേജ് ഡെവലപ്മെൻറ്റ് റിക്വയേഴ്സ് പ്രോഗ്രാമിംഗ് സ്കിൽ. ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രോഗ്രാമിംഗ് സ്കിൽസ് അത്യാവശ്യമാണ്. സോ ഇതൊക്കെയാണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കേസിൽ കണ്ടൻറ്റ് ആൻഡ് ലേ ഔട്ട് ഇസ് ഫിക്സഡ്. ഡൈനാമിക് വെബ് പേജിൻ്റെ കേസിൽ കണ്ടൻറ്റ് ആൻഡ് ലേ ഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കേസിൽ ഡാറ്റാബേസ്
It never use databases, but dynamic web pages uses databases. Third point, static web page run on the browser and do not require any server-side application program. Static web pages run ചെയ്യുന്ന ബ്രൗസറിലാണ്, നേരെ മറിച്ച് dynamic web page runs on the server side. And the last one, static web page is easy to develop. It does not require any programming skill, but dynamic web page requires programming skills. ഇതൊക്കെയാണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസം. വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്ക്രിപ്റ്റ് എന്താണെന്ന്. സ്ക്രിപ്റ്റ് ആർ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. സോ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML. സോ ഇങ്ങനെയുള്ള HTML പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, Perl, etc. സോ അതേപോലെ HTML സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാം കോഡാണ് സ്ക്രിപ്റ്റ് ആൻഡ് സ്ലാഷ് സ്ക്രിപ്റ്റ്. നമ്മൾ കൂടുതൽ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. സ്ക്രിപ്റ്റ് എന്ന് ഈ പറയാൻ പ്രോഗ്രാം കോഡ് നമ്മൾ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്ന ടാഗ് സ്ക്രിപ്റ്റ്, അതേപോലെ സ്ലാഷ് സ്ക്രിപ്റ്റ് എന്ന ടാഗിൻ്റെ അകത്താണ് നമ്മൾ ആ പ്രോഗ്രാം കോഡ് റൈറ്റ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. There are two types of scripting languages, client-side script and server-side script. So, we will script is nothing but a program code embedded inside HTML program. HTML program ഒരു program code ആണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് തരത്തിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, client-side scriptഉം server-side scriptഉം. Client-side script is used to perform any task at the client side and it is executed in the browser. ക്ലയൻറ്റിൻ്റെ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദ സെർവർ. അത് സെർവറിലാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഇസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ബ്രൗസർ at the client side, whereas server side scripts are executed in the server side. സോ പേര് പോലെ തന്നെയാണ് ആ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡിൽ റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നും സെർവർ സൈഡിൽ റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്നും പറയും. സോ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഫസ്റ്റ് വൺ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. സോ ഇൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ദ സ്ക്രിപ്റ്റിംഗ് കോഡ് ഈസ് യൂസ്ഡ് ഫോർ വാലിഡേഷൻ. സോ മെയിനായിട്ട് സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് വാലിഡേഷന് വേണ്ടിയിട്ടാണ്. എന്താണ് വാലിഡേഷൻ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ, നമ്മളൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കാറുണ്ട്. സോ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ലോഗിൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ലോഗിൻ പോസിബിൾ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആ സെർവറുമായി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സെർവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ബീൻ ബിസി. അപ്പോൾ ഈ സെർവറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. അതായത് നമ്മൾ ബൈ ചാൻസ് യൂസർ നെയിമോ പാസ്വേഡോ എന്തെങ്കിലും കൊടുക്കാൻ മറന്നു പോയാൽ നമുക്കൊരു വാർണിംഗ് മെസ്സേജസ് തരും. ഇങ്ങനെയുള്ള വാർണിംഗ് മെസ്സേജസ് റൺ ചെയ്യാനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതാണ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ യൂസർ നെയിം ടൈപ്പ് ചെയ്യാതെ നമ്മൾ പാസ്വേഡ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് ബൈ ചാൻസ് മറന്നുപോയി, യൂസർ നെയിം മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളോട് പറയും വാർണിംഗ് മെസ്സേജ് ആയിട്ട് പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ്. ഇങ്ങനെയുള്ള മെസ്സേജസ് ആയിട്ട് ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. സോ ദ മെയിൻ യൂസ് ഓഫ് ദ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ വാലിഡേഷൻ. സോ നമ്മൾ പറയുന്നത് when we click the submit button, the client side script is executed in our browser. If there is an error, it displays a message. നമ്മൾ എന്തെങ്കിലും മറന്നു പോവുകയോ സ്കിപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വാർണിംഗ് ആയിട്ട് മെസ്സേജസിലൂടെ നമുക്ക് തരുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ്. സോ ഈ നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ, അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എറർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. ബട്ട് വൺസ് വി എൻ്റർ ദ യൂസർ നെയിം പാസ്വേഡ് ദെൻ ഓൺലി ഇറ്റ് സെൻഡ് ടു ദ സെർവർ. ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ബ്രൗസറിൽ നിന്ന് അത് സെർവറിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മറന്നുപോയി കഴിഞ്ഞാൽ വാർണിംഗ് മെസ്സേജസിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് റൺസ് ഇൻ ദ ബ്രൗസർ സൈഡ്. ഇറ്റ് വിൽ സെൻഡ് ദ ഡാറ്റ ടു ദ വെബ് സെർവർ ഓൺലി ഇഫ് ദ വാലിഡേഷൻസ് ആർ കറക്റ്റ്. So the main disadvantages of client-side script is that there are browsers that do not support script. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബ്രൗസറുകൾ ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യില്ല എന്നതാണ്.
പോപ്പുലർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജീസ് ആർ. നമ്മൾ യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റ്, അതേപോലെ VB സ്ക്രിപ്റ്റ്. ഈ വാലിഡേഷൻ ചെയ്യുന്ന പോലെ തന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ വേറൊരു ആവശ്യമാണ് ഇറ്റ് പെർഫോം സിമ്പിൾ കാൽക്കുലേഷൻസ് അറ്റ് ദ ക്ലയൻറ്റ് സൈഡ് ബിഫോർ സെൻഡിങ് ദ ഡാറ്റ ടു ദ വെബ് സെർവർ. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് മെയിനായിട്ട് രണ്ട് ആവശ്യങ്ങളാണുള്ളത്, രണ്ട് ഉപയോഗമാണുള്ളത്. ഒന്ന് വാലിഡേഷൻ ചെക്ക് ചെയ്യുക, രണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് സിമ്പിൾ കാൽക്കുലേഷൻസ്. Server side script. Server side script are used to create dynamic web pages. ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം. ഡൈനാമിക് വെബ് പേജ് നമ്മൾ തൊട്ട് മുന്നേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഈസ് എ ടെക്നോളജി in which the web page containing server side script requested by the user is executed in the server and the result is sent to the client browser. So സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് സെർവർ റിക്വസ്റ്റ് ചെയ്തത് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സെർവർ എന്താണോ ചെയ്യുന്നത് ആ ജോലി ചെയ്തിട്ട് തിരിച്ച് ആ കോഡ് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മളെ എക്സാം റിസൾട്ട് +2 എക്സാം റിസൾട്ട് വന്നു. നമ്മളിത് ചെക്ക് ചെയ്യുന്നത് DHSE കേരള എന്ന വെബ്സൈറ്റിലാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തത് ക്ലയൻറ്റിൽ നിന്ന് നമ്മുടെ ബ്രൗസറിൽ നിന്ന് സെർവറിലേക്കാണ്. അപ്പോൾ സെർവർ തിരിച്ച് നിങ്ങളുടെ റിസൾട്ട് മാത്രമാണ് നമ്മളതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഡൈനാമിക് വെബ് പേജസ്, അതായത് നമ്മളെല്ലാവരുടെ റിസൾട്ടും കാണുന്നില്ല, നമ്മളെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ റിസൾട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റും അവരവരുടെ റിസൾട്ട് മാത്രമേ കാണുന്നുള്ളൂ, അല്ലേ? സോ ഇങ്ങനെയുള്ള എക്സിക്യൂഷൻ നടത്തുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിലൂടെയാണ്. ഇറ്റ്സ് എ ടെക്നോളജി ഇൻ വിച്ച് ദ വെബ് പേജ് കണ്ടെയ്നിങ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് റിക്വസ്റ്റഡ് ബൈ ദ യൂസർ ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ സെർവർ ആൻഡ് ദ റിസൾട്ട് ഈസ് സെൻഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. പോപ്പുലർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ Perl, PHP, ASP, JSP, etc. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്താണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. കമ്പയർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. Script is copied to the client browser. Client side script run ചെയ്യുന്നത് client browserലാണ്. നേരെ മറിച്ച് server side script remains always in the web server. അത് വെബ് സെർവറിലായിരിക്കും server side script ഉണ്ടാവുക. Second point, script is executed in the client browser. Client browserലാണ് script execute ചെയ്യുന്നത്. Server side script is executed in the web server and the web page producer is returned to the client browser. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന വെബ് സെർവറിലാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് തിരിച്ച് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ ക്ലയൻറ്റ്. മെയിനായിട്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വാലിഡേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കണക്റ്റഡ് ടു ഡാറ്റാബേസസ് ആൻഡ് റിട്ടേൺ ഡാറ്റ ഫ്രം ദ വെബ് സെർവർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എപ്പോഴും ഡാറ്റാബേസുമായി കണക്ട് ചെയ്ത് ഡാറ്റ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. Users can block client side scripting. Fourth topic, usersന് വേണമെങ്കിൽ client side scriptനെ ബ്ലോക്ക് ചെയ്യാം. But server side script cannot be blocked by a user. പക്ഷേ server side script ഒരിക്കലും യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. And the last one, type and version of the web browser affects the working of a client side script. നേരത്തെ പറഞ്ഞു നമ്മൾ client side scriptൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രൗസേഴ്സും അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല എന്നുള്ളത്. Server side script, the features of the web browser does not affect the working of a server side script. വെബ് ബ്രൗസറിൻ്റെ എന്ത് ഫീച്ചേഴ്സ് ആയാലും അതൊന്നും ഒരിക്കലും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ബിക്കോസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എപ്പോഴും റൺ ചെയ്യുന്നത് സെർവർ സൈഡിലാണ്. അപ്പോൾ വെബ് ബ്രൗസേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഒരിക്കലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ എഫക്റ്റ് ചെയ്യില്ല. So this is the difference between client side script and server side script.